നാട്ടിൽ നടക്കുന്ന തോന്നിയാസ പ്രവർത്തനം. ചെറുപ്പക്കാർ സ്ത്രീധനം കഴിച്ചേ വിവാഹം ചെയ്യൂ. കന്നുകാലി കച്ചവട ചന്തയിൽ കന്നുകാലിയെ വിൽക്കുന്ന പോലെ പെണ്ണുങ്ങളെ കെട്ടണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്ര പവനും ഇത്ര റുപ്യയും വേണം എന്ന് പറഞ്ഞു നടക്കുമ്പോൾ അത് പാടില്ല എന്ന് ചെറുപ്പക്കാർക്ക് ബോധവൽക്കരണ ക്യാമ്പയിൻ നടത്താൻ ഒരു സംഘം മുന്നോട്ട് വന്നാൽ അവർ നടത്തുന്നത് ഒരു സാമൂഹ്യ പരിഷ്കരണം എന്ന ജിഹാദാണ്. മദ്യപിക്കുന്നവരും വ്യഭിചരിക്കുന്നവരും ബ്രൗൺ ഷുഗറിനും ജോയ് പൗഡറിനും അവീനും കഞ്ചാവിനും പെത്തടിനും അഡിക്റ്റായി ചെറുപ്പക്കാരിൽ നിന്നുകൊണ്ട് ക്യാമ്പയിൻ നടത്തി അതിന്റെ അപകടകരമായിരിക്കുന്ന അവസ്ഥകളെ അവർക്ക് മനസ്സിലാക്കി കൊടുത്ത് അവരിൽ നിന്നുകൊണ്ട് മുക്തമാക്കാനുള്ള സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനം ജിഹാദാണ്. നാട്ടിൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമര പോരാട്ടം ജിഹാദാണ്. അതൊക്കെ നടത്തേണ്ടതാണ്. അപ്പൊ ജിഹാദ് എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമൊന്നുമല്ല, അത് വലിയ പടർന്ന് പന്തലിച്ച അർത്ഥമാണ്. അത് പറഞ്ഞാൽ തീരൂല. അതിൽപ്പെട്ടൊരു ഭാഗമാണ് ഖിത്താൽ, ആയുധമെടുത്തുകൊണ്ടുള്ള പോരാട്ടം. അത് ബദർ യുദ്ധമാണ്, അത് ഉഹദ് യുദ്ധമാണ്, അത് ഖന്തഖ് യുദ്ധമാണ്, അത് ജിഹാദാണ്. പക്ഷെ ഇസ്ലാമിലെ എല്ലാ കാര്യങ്ങളും എപ്പോഴും എവിടെ വെച്ച് നിർവഹിക്കണമെന്ന് നിർബന്ധമില്ല. ഖുർആൻ പറഞ്ഞ കാര്യം എപ്പോഴും എല്ലാ സ്ഥലത്തേക്കും ഒന്നും അല്ല. ഇസ്ലാം രണ്ട് പാർട്ടാണ്. അത് അടിസ്ഥാനപരമായി ആർക്കാണ് അറിയാത്തത്? സിവിൽ കോഡ് ഇസ്ലാമിലുണ്ട്. രാജ്യത്തിന്റെ ഭരണഘടന പറയുന്ന സിവിൽ കോഡ് അത് ഇസ്ലാമിലുണ്ട്. രാജ്യത്തിന്റെ ഭരണഘടന പറയുന്ന ക്രിമിനൽ കോഡ് വിശുദ്ധ ഖുർആനിലുണ്ട്. മുസ്ലിമീങ്ങൾക്ക് ക്രിമിനൽ കോഡുണ്ട്, മുസ്ലിമീങ്ങൾക്ക് സിവിൽ കോഡുണ്ട്. വ്യക്തിപരമായിരിക്കുന്ന കാര്യമാണ്. ഇസ്ലാമിന്റെ സിവിൽ കോഡും ഇന്ത്യയിൽ വേണം, അതുവരെ ജിഹാദ് നടത്തണമെന്ന് പറഞ്ഞ ആള് സാക്ഷാൽ അബുൽ അഅ്ല മൗദൂദിയാണ്. അബുൽ അഅ്ല മൗദൂദി പറഞ്ഞത് ഇന്ത്യ ഇസ്ലാം ആയിരിക്കണം, അല്ലാത്ത കച്ചവടമല്ല. അതുകൊണ്ട് അതുവരെ പോരാടിക്കണം. അല്ലാത്ത ഭരണകൂടവുമായി കൊണ്ട് നോ കോംപ്രമൈസ്. താകൂട്ടി ഭരണവുമായി കൊണ്ട് കോംപ്രമൈസ് പാടില്ല. ഇത് താകൂട്ടി ഭരണമാണ്, മതേതൃത്വ ഭരണം, ജനാധിപത്യ ഭരണം. രാഷ്ട്രീയ സംവിധാനവുമായി പൊരുത്തപ്പെട്ടു പോകാൻ പാടില്ല. എവിടെയാണോ ഇന്ത്യൻ ജനാധിപത്യവുമായി നിങ്ങൾ സന്ധിയാകുന്നത് അവിടെ ഇസ്ലാം ഇല്ലാതാകുന്നു. അവിടെ ഇസ്ലാം കേവലം ജലരേഖ മാത്രമാണ്. നിങ്ങൾ വിശുദ്ധമായിരിക്കുന്ന ഇസ്ലാമിന്റെ കൊടി വിട്ടുകൊണ്ട് രാജ്യത്തിന്റെ നിങ്ങൾ ഈ ജനാധിപത്യത്തിന്റെ കൊടി പിടിക്കാൻ പോയാൽ നിങ്ങൾ രാജ്യദ്രോഹ കൊടി ഉയർത്തലാണത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ വികലമാക്കി ചിത്രീകരിച്ച ആള് അബുൽ അഅ്ല മൗദൂദി എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമി സ്ഥാപകനാണ്. അവരാ ഇസ്ലാമിൽ ക്രിമിനൽ കോഡും സിവിൽ കോഡും ഒന്നെന്ന് പറഞ്ഞതും സിവിൽ കോഡ് മാത്രം പോരാ, ക്രിമിനൽ കോഡും ലോകത്ത് ഇന്ത്യയിൽ ഉണ്ടാകുമ്പോൾ മാത്രമേ ഇസ്ലാം പൂർണ്ണമാകൂ എന്നും പറഞ്ഞത്. അത് ഇസ്ലാമല്ല, അത് ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല. ഞാൻ ചോദിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇസ്ലാമിൽ കാണാൻ സാധിക്കുമല്ലോ ഇസ്ലാമിലെ ജിഹാദ്, ഇസ്ലാമിലെ നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത്, തക്ബീർ, തഹ്ലീൽ, വിവാഹം, വിവാഹമോചനം, സ്വത്തവകാശം, അതൊക്കെ ഇസ്ലാമിൽ ഖുർആൻ പറഞ്ഞ കാര്യമാണ്, റസൂലുള്ളാഹി പറഞ്ഞ കാര്യമാണ്. അതൊക്കെ ഇസ്ലാമിലെ സിവിൽ കോഡാണ്. ഈ സിവിൽ കോഡിന് ലോകത്തെവിടെയും ഒരേ നിയമമേ ഉള്ളൂ. സൗദി അറേബ്യയിലായാലും ഇസ്ലാമിൽ 5 വക്ത നിസ്കാരം, ഇന്ത്യയിലായാലും 5 വക്ത നിസ്കാരം, അമേരിക്കയിലായാലും 5 വക്ത നിസ്കാരം. ഓരോ രാജ്യത്തിന്റെ നിയമത്തിനനുസരിച്ച് കൊണ്ട് ഇസ്ലാമിലെ ഖുർആൻ പറഞ്ഞ നിസ്കാരം മാറ്റാൻ പറ്റില്ല. റമദാൻ മാസത്തിൽ തന്നെയാണ് നോമ്പ് നോൽക്കേണ്ടത്. ഇന്ത്യ ഗവൺമെന്റ് തീരുമാനിക്കുക ഈ കൊല്ലം റമദാനിൽ നോമ്പ് വേണ്ട, മുഹറം മാസത്തിൽ മതി എന്ന് ഗവൺമെന്റ് പറഞ്ഞാൽ മുസ്ലിങ്ങൾ സമ്മതിക്കോ? ഇല്ല. കാരണം എന്താ? മുസ്ലിങ്ങളുടെ സിവിൽ കോഡ് ലോകത്തൊക്കെ ഒന്നേ. ഇന്ത്യ ഗവൺമെന്റ് തീരുമാനിക്കുന്നു മക്കയിലേക്ക് ഈ പ്രാവശ്യം ഹജ്ജിന് പോണ്ട, തൽക്കാലം ഈ പ്രാവശ്യത്തെ ഹജ്ജ് പശ്ചിമ ബംഗ്ലാദേശിലേക്കാക്കാം എന്ന് തീരുമാനിക്കുന്നു ആര്? ഇന്ത്യ ഗവൺമെന്റ്. മുസ്ലിങ്ങൾ സമ്മതിക്കോ? പറ്റൂല. കാരണം എന്താ? സിവിൽ കോഡ് മാറ്റുന്ന പ്രശ്നമില്ല. ഏത് ഗവൺമെന്റ് ആയിരുന്നാലും ഏത് രാജ്യത്തെ മുസ്ലിമീങ്ങളായിരുന്നാലും ഇസ്ലാമിന്റെ സിവിൽ കോഡ് ഒന്നാണ്. കാരണം വ്യക്തിപരമായ കാര്യങ്ങളാണ് അതൊക്കെ. അത് രാജ്യത്തിനെ ബാധിക്കുന്നില്ല, ഒരു രാജ്യത്തിന്റെയും ഭരണഘടനയ്ക്ക് എതിരാകുന്നില്ല, ഒരു രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തോട് എതിരാവാത്തൊരു സംവിധാനമാണ് ഇസ്ലാമിന്റെ സിവിൽ കോഡ്. പക്ഷെ ഇസ്ലാമിന്റെ ക്രിമിനൽ കോഡ് അതല്ല. ഇസ്ലാമിൽ ക്രിമിനൽ കോഡ് ഉണ്ട്. അതിൽപ്പെട്ട ഒരു ഉദാഹരണം ഞാൻ പറയാം. കട്ടവന്റെ കൈ വെട്ടുക ഖുർആൻ പറഞ്ഞതാണ്. ഖുർആൻ പറഞ്ഞിട്ടുണ്ട് കട്ടവന്റെ കൈ വെട്ടാൻ. ഖുർആൻ പറഞ്ഞിട്ടുണ്ട് വ്യഭിചരിക്കുന്ന ആള് അവൻ വിവാഹിതനാണെങ്കിൽ അവനെ വെട്ടിക്കൊല്ലുക. വ്യഭിചരിക്കുന്ന ആള് വിവാഹിതനല്ലെങ്കിൽ 100 അടി അടിച്ച് നാട് കടത്തുക. ഖുർആൻ പറഞ്ഞതാണ്. മറ്റേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചതാണ്. ഖുർആനും സുന്നത്തും കൂടുമ്പോഴേ ഇസ്ലാമാകൂ. അത് മാത്രം പോരാ, ഇജ്മാഉം ഖിയാസും വേണം. ആ വിഷയന്റെ ഭാഗമല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തിലും വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇസ്ലാമിന്റെ ക്രിമിനൽ കോഡ്. ആ ക്രിമിനൽ കോഡിൽ പെട്ടതാണ് കട്ടവന്റെ കൈവെട്ടണം, വ്യഭിചരിച്ചവരെ എറിഞ്ഞു കൊല്ലണം.
അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞതാണ്, മദ്യപിച്ചവരെ അടിക്കണം, മദ്യപാനികൾ അടിക്കണം എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതല്ല, ഖുർആൻ പറഞ്ഞല്ലോ എന്നോർത്തുകൊണ്ട് ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾക്കാർക്കെങ്കിലും കട്ടവന്റെ കൈവെട്ടാൻ പറ്റുമോ? ഇസ്ലാമിലെ സിവിൽ കോഡ് നടപ്പാക്കാമെന്ന് മുസ്ലിമീങ്ങൾ പറയും പോലെ ഇസ്ലാമിലെ ക്രിമിനൽ കോഡ് നടപ്പാക്കാമെന്ന് മുസ്ലിമീങ്ങൾക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. അങ്ങനാണെങ്കിൽ കട്ടപ്പന്റെ കൈവെട്ടട്ടെ. ഖുർആൻ പറഞ്ഞല്ലേ, ഖുർആൻ പറഞ്ഞ എല്ലാം നടപ്പാക്കണ്ടേ? ഇവിടെ നടപ്പാക്കണമല്ലോ അതും. അങ്ങനെയാണെങ്കിൽ കൈവെട്ടാൻ നോക്ക്. മദ്യപാനികളെ അടിക്കണ്ടേ? പറ്റുമോ? പറ്റില്ല. എന്താ കാരണം? ഇസ്ലാമിന്റെ ഗവൺമെന്റ് അല്ല. ഖുർആൻ പറഞ്ഞ കട്ടവന്റെ കൈവെട്ടണം എന്നിത്യാദി ഇസ്ലാമിന്റെ ശിക്ഷാ നിയമങ്ങൾ ഒരു മുസ്ലിം നടപ്പാക്കാൻ പാടില്ല. അത് നടപ്പാക്കേണ്ടത് ഇസ്ലാമിക ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ, ആ രാജ്യത്തെ കോടതിക്ക് ബോധ്യപ്പെട്ടാൽ, ആ രാജ്യത്തെ ഇസ്ലാമിക ഹുക്കൂമത്ത് തീരുമാനിക്കുന്നതനുസരിച്ചുകൊണ്ട് രാജ്യത്തിന്റെ ഗവൺമെന്റ് നടപ്പാക്കേണ്ട നിയമവ്യവസ്ഥയാണ് ഇസ്ലാമിന്റെ ക്രിമിനൽ കോഡ്. അവിടെ മാത്രമേ ഇസ്ലാമിന്റെ ക്രിമിനൽ കോഡ് ബാധകമാകുന്നുള്ളൂ. അല്ലാതെ മുസ്ലിങ്ങൾക്ക് അത് ബാധകം, മുസ്ലിം വ്യക്തികൾക്ക് അത് ബാധകമല്ല. ഞാൻ വളരെ വ്യക്തമായി തന്നെ ആ കാര്യം ഒന്നുകൂടി വിശദീകരിക്കാൻ, ചെറുപ്പക്കാർക്ക് മനസ്സിലാവാൻ. എന്റെ അനിയനെ കൊല്ലുന്നത് ഞാൻ കണ്ടു. എന്നെ സങ്കല്പിച്ചോ? ഞാൻ കണ്ടു. ഇസ്ലാമിന്റെ ഗവൺമെന്റ് ആണ് എന്ന് തന്നെ സങ്കല്പിച്ചോ? ഞാൻ ആ ഗവൺമെന്റിൽ കോടതിയിൽ കേസ് കൊടുത്തു. എന്റെ അനിയനെ കൊല്ലുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ഇന്ന നാളാ കൊല്ലുന്നത് കൊണ്ട് ഓനെ ശരിയാക്കണം. കോടതിയിൽ കേസെത്തി. ജഡ്ജി എന്നോട് ചോദിക്കുക, ഇയാളാണ് കൊന്നത് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ആ, എനിക്ക് ഉറപ്പാ. എനിക്ക് ഉറപ്പാ. എന്താ തെളിവ്? ഞാൻ കണ്ടു. നിങ്ങൾ കണ്ടു എന്നത് തെളിവല്ല, സാക്ഷിയുണ്ടോ? ഇസ്ലാമിക നിയമപ്രകാരമാണ് കോടതിയുടെ ചോദ്യം. ഇസ്ലാമിന്റെ രാജ്യത്ത് നിങ്ങളുടെ അനിയനെ കൊന്ന ആൾ ഇന്നാളാണ് നിങ്ങൾ പറയുന്നു, അതിന് സാക്ഷിയുണ്ടോ? സാക്ഷിയൊന്നുമില്ല, ഞാൻ മാത്രമല്ലേ ഇന്നു. അത് തെളിവല്ല, തെളിവല്ല. അതുകൊണ്ട് കോടതി പ്രതിയെ വെറുതെ വിട്ടു. എന്താ എന്റെ നിലപാട്? എന്റെ ഇസ്ലാമിന്റെ നിലപാട്. എനിക്ക് അധികാരമുണ്ട് അയാളെ കൊല്ലാൻ. എന്റെ അനിയനെ കൊല്ലുന്നത് ഞാൻ നേരിട്ട് എന്റെ കണ്ണോട്ട് കണ്ടതാ. കോടതിന് മുമ്പിൽ തെളിയിക്കണമെങ്കിൽ സാക്ഷി വേണം, അത് വേറെ പ്രശ്നം. പക്ഷെ എനിക്ക് വേറെ തെളിവിന്റെ ആവശ്യമില്ലല്ലോ. എനിക്ക് വിശ്വാസമല്ലേ? എന്നോർത്ത് എന്നെ വിശ്വാസമാണെങ്കിൽ എനിക്ക് ആയുധമെടുത്തുകൊണ്ട് അവനെ വെട്ടിക്കൊല്ലാൻ പാടുണ്ടോ? ഇസ്ലാമിന്റെ കോടതിയിൽ, ഇസ്ലാമിന്റെ ഗവൺമെന്റ്, ഇസ്ലാമിന്റെ രാജ്യത്ത് പാടുണ്ടോ? ഇല്ല, ഹറാമാണ്, പാടില്ല. അത് കോടതിയിൽ ബോധിപ്പിക്കണം. കോടതി വെറുതെ വിട്ടാലോ? അപ്പൊ ഈ കുറ്റവാളി ആരെ ശിക്ഷിക്കുക? അതിനാണോ അല്ലാഹു തആല മഹ്ശറ തന്നത്? അതിനാ പരലോകം തന്നത്? കുറ്റവാളികൾക്കൊക്കെ ശിക്ഷ കൊടുക്കാൻ. ഇവിടെ തന്നെ പരിപാടി തീർക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാ മഹ്ശറയും പഠിച്ചോനൊക്കെ? അല്ലാഹു തആല വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ലേ? പിന്നെ നരകാട് വെറുതെ ആക്കൂല. ഇവിടെയുള്ള ശിക്ഷയൊക്കെ ഇവിടെ നിന്ന് ആൾക്കാർ കൊടുക്കാൻ തുടങ്ങിയാൽ കുറ്റവാളിയെ ശിക്ഷിക്കണം. കുറ്റവാളിയെ വെറുതെ വിട്ടാൽ, കോടതി വെറുതെ വിട്ടാൽ ശിക്ഷിക്കണം. അതിനാണ് അള്ളാഹു കോടതി തന്നത്. അള്ളാഹുവിന്റെ ജനകീയ കോടതി, അള്ളാഹുവിന്റെ സർവാധിപനായ ജഡ്ജി, അള്ളാഹുവിന്റെ പരമശിക്ഷയുടെ കേന്ദ്രമായ നരകം. ആ നരകവിനെ വെറുതെ ഉണ്ടാക്കിയല്ല. ഇവിടെ നിന്ന് എനിക്ക് ശിക്ഷിക്കാൻ പാടില്ല. ഇത് ഇസ്ലാമിന്റെ ഗവൺമെന്റ് അധികാരത്തിലുണ്ടെങ്കിൽ പോലും ഇതാ അവസ്ഥ. അപ്പോ സെക്യുലർ രാജ്യമായ ഇന്ത്യയിലോ? അവിടെ അതിനേക്കാൾ വലിയ അവസ്ഥ അതാ. എനിക്ക് തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവിടെ വെട്ടിക്കൊല്ലാൻ പാടില്ല. എന്റെ സമുദായത്തിൽപ്പെട്ട ഒരാളെ കൊല്ലുന്നത് ഞാൻ കണ്ടാൽ മറ്റൊരുത്തന്റെ സമുദായത്തിൽപ്പെട്ടവനെ അല്ലെങ്കിൽ ആ വെട്ടി കൊന്നവനെ തിരിച്ചു വെട്ടിക്കൊല്ലാൻ എനിക്ക് അധികാരമില്ല. അത് ജിഹാദല്ല. അങ്ങനെ അധികാരമുണ്ടെങ്കിൽ അത് ആര് നിർവഹിക്കണം? ഇസ്ലാമിന്റെ ജഡ്ജി, ഇസ്ലാമിന്റെ ഭരണകൂടം തീരുമാനിക്കണം. അപ്പൊ ഇസ്ലാമിൽ പറയുന്ന ക്രിമിനൽ കോഡ് മുസ്ലിമീങ്ങൾക്ക് വ്യക്തിപരമായി ബാധകമല്ല, ഇസ്ലാമിക രാജ്യത്ത് ബാധകമല്ല, ഇസ്ലാമികേതര രാജ്യത്ത് തീരെ ബാധകമല്ല വ്യക്തിക്ക്. പിന്നെ ആർക്കാ ഇസ്ലാമിന്റെ ക്രിമിനൽ കോഡ് ബാധകമാകുന്നത്? രാജ്യത്തെ ഗവൺമെന്റ് ഇസ്ലാമാകുമ്പോൾ ആ ഹുക്കുമക്ക് മാത്രം, അവർക്ക് മാത്രമുള്ളത്. കട്ടവന്റെ കൈവെട്ടേണ്ടത് ഇസ്ലാമിക ഭരണകൂടത്തിലാണ്. കട്ടവന്റെ കൈവെട്ടാൻ എന്റെ മുതൽ ഒരുത്തൻ കട്ടത് ഞാൻ കണ്ട എനിക്ക് പോയി കൈവെട്ടാൻ പറ്റൂല. ഖുറാനിൽ പറഞ്ഞില്ല എന്താ വെട്ടാത്തതെന്ന് ചോദിക്കണ്ട, അതിനൊക്കെ ചില നിബന്ധനകളുണ്ട്. അവിടെ വെട്ടേണ്ടത് ജഡ്ജിയാ, തീരുമാനിക്കേണ്ടത് ജഡ്ജിയാ. എങ്കിൽ ജിഹാദ് എന്ന് പറയുന്നതിൽ ഖിതാൽ, ആയുധമെടുത്തുകൊണ്ടുള്ള പോരാട്ടം എവിടെയാ മുസ്ലിമീങ്ങൾക്ക് അനിവാര്യമായി തീരുന്നത്? അത് ഇസ്ലാമിക ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ ആ ഗവൺമെന്റിന്റെ ഖജനാവിലെ പണം ഉപയോഗിച്ചുകൊണ്ട് ചെലവഴിക്കപ്പെടുമ്പോൾ അവിടെ ജവാന്മാരുണ്ടാവും, പട്ടാളക്കാരുണ്ടാവും. രാജ്യത്തിന്റെ നിയമം കാക്കാൻ വേണ്ടി ജവാന്മാരെ ഇസ്ലാമിന്റെ ഗവൺമെന്റ് നിർദ്ദേശിച്ചിട്ടുണ്ടാകും. ആ ജവാന്മാർക്കുള്ള നിർദ്ദേശമാണ് ഇസ്ലാമിലെ ഖിതാൽ അഥവാ ആയുധമെടുത്തുള്ള പോരാട്ടം. അവർക്കാണ് അത് ബാധകമാകുന്നത്. അല്ലാതെ വ്യക്തികൾക്കെടുത്തത് കൈകാര്യം ചെയ്യാനും വ്യക്തികൾ പരസ്പരം ഏറ്റുമുട്ടാനൊന്നും ഇതിനെ കൊണ്ടുപോയി ജിഹാദിന്റെ പരിശുദ്ധി തകർക്കുന്നത് ശരിയല്ല. അപ്പൊ എപ്പോഴാ ജിഹാദ്